പേവിഷബാധ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പത്രവാർത്തകളിൽ കൂടിയും നമുക്ക് ചുറ്റിലും പട്ടികളുടെ കടിമൂലം പരിക്ക് പറ്റുന്ന വാർത്തകൾ ധാരാളമാണ്. പിടിപെട്ടാൽ ചികിത്സയില്ലാത്ത രോഗമാണ് പേവിഷബാധ അഥവാ റാബീസ്. വിഷബാധയേൽക്കുന്ന ആളുടെ മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കടിയേൽക്കുന്ന ഉടനെ തന്നെ നിലവിൽ നമുക്ക് ലഭ്യമായ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ച് പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. പട്ടി, പൂച്ച, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ്, കുരങ്ങൻ, അണ്ണാൻ തുടങ്ങിയ ജീവികളിലൂടെയാണ് പ്രധാനമായും പേവിഷബാധ ഉണ്ടാകുന്നത്. കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മുറിവിനു ചുറ്റും മരവിപ്പ്, തലവേദന, തൊണ്ടവേദന, വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ശബ്ദവ്യത്യാസം, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. മൃഗങ്ങളിൽ നിന്നും കടിയോ പോറലോ ഏൽക്കുകയോ ഉമിനീർ മുറിവിൽ പുരളുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ മുറിവേറ്റ ഭാഗം ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുകയാണ്. മുറിവിൽ നിന്നും ഉമിനീരിന്റെ അംശം പൂർണ്ണമായും നീക്കിയ ശേഷം മുറിവിൽ സോപ്പ് പതപ്പിച്ച് വീണ്ടും 15 മിനിറ്റ് സമയമെടുത്ത് കഴുകി വൃത്തിയാക്കണം. വീണ്ടും കടിയേൽക്കാതെ നോക്കുകയും സാധിക്കുമെങ്കിൽ കടിച്ച മൃഗത്തെ എവിടെയെങ്കിലും കെട്ടിയിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുക. കുട്ടികൾക്കാണ് കടിയേറ്റതെങ്കിൽ അവരുടെ ശരീരഭാഗം മുഴുവനും പരിശോധിച്ച് മുഴുവൻ മുറിവുകളും കണ്ടെത്തി വൃത്തിയാക്കണം. പിന്നീട് മുറിവിൽ നിന്ന് നനവ് ഒപ്പിയെടുത്ത ശേഷം പോവിഡോൺ അയഡിൻ ലേപനം പുരട്ടുകയും ഉടൻ വൈദ്യസഹായം തേടുകയും വേണം. കടിയേറ്റ മുറിവുകളിൽ തണുപ്പോ ചൂടോ ഏൽപ്പിക്കുക, മണ്ണോ ഉപ്പോ മഞ്ഞളോ മറ്റോ പുരട്ടുക തുടങ്ങിയവയെല്ലാം തീർച്ചയായും ഒഴിവാക്കണം. ഇതെല്ലാം മുറിവുകളിൽ പേശികളോട് ചേർന്നുള്ള നാഡീതന്തുക്കളെ ഉത്തേജിപ്പിക്കുകയും റാബിസ് വൈറസിന് പേശികളിലെ നാഡീതന്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം എളുപ്പമാക്കുകയും ചെയ്യും. പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെല്ലാം സൗജന്യമായി ലഭിക്കുന്നതാണ്. ആന്റി റാബീസ് സിറമായ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ സർക്കാർ തലത്തിൽ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കൂടാതെ സ്വകാര്യ ആശുപത്രികളും ഇത് ലഭ്യമാക്കുന്നുണ്ട്. വീട്ടിൽ വളർത്തുന്നതോ പരിചയമുള്ളതോ ആയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർണ്ണമായും എടുത്ത നായയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ കടിയോ മാന്തോ ഏറ്റാലും നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണം. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത മൃഗങ്ങളാണെങ്കിൽ തന്നെയും ഇവ പൂർണ്ണമായും പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധം കൈവരിച്ചവയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. വാക്സിന്റെ ഗുണനിലവാരം, മൃഗത്തിന്റെ ആരോഗ്യം, പ്രായം എന്നിവയെല്ലാം പ്രതിരോധ ശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പട്ടി, പൂച്ച മുതലായ മൃഗങ്ങളുമായും നിരന്തര സമ്പർക്കത്തിൽ വരുന്നവരും മൃഗശാല, വെറ്റിനറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ, മൃഗങ്ങളുടെ വിൽപ്പന നടത്തുന്നവർ, ഈ വിഭാഗത്തിൽപ്പെടുന്നവർ മുൻകൂറായി 0-7-28 ദിവസങ്ങളിൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതും വർഷാവർഷം രക്തപരിശോധന നടത്തി സിറത്തിൽ ആന്റിബോഡിയുടെ അളവ് നിർണയിച്ച ശേഷം ആവശ്യമെങ്കിൽ ബൂസ്റ്റർ ഡോസ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കുന്നതും ഉചിതമാണ്. i2i News, an eye for truth.